റെസ്റ്റ് കിട്ടുന്ന തരത്തിൽ ടു ഡു ലിസ്റ്റ് എങ്ങനെ തയ്യാറാക്കാം? കുറച്ച് ടൈം മാനേജ്മെൻറ്റ് ടിപ്സാണ് ഇന്നത്തെ ദിവസം ഞാൻ പറയുന്നത്. കൃത്യനിഷ്ഠയോട് കോംപ്രമൈസ് ചെയ്യാതെ ഞാൻ പറയുന്ന 4 കാര്യങ്ങൾ ഉപയോഗിച്ച് ലൈഫ് നമുക്കൊന്ന് കളറാക്കിയാലോ? ഓക്കെ. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറെ വിലയുള്ള ഒന്നാണല്ലേ സമയം എന്ന് പറയുന്നത്. കയ്യിലുള്ള സമയം നന്നായി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ് ഓരോ മനുഷ്യനും മുന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു ചലഞ്ച്, ഒരു വെല്ലുവിളി എന്ന് പറയാം. കാരണം എന്താ വെച്ചാൽ സമയമാണ് ജീവിതത്തിൻ്റെ മൂല്യത്തെ അല്ലെങ്കിൽ വിലയെക്കുറിച്ചൊക്കെ മനുഷ്യനെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ. പക്ഷേ പലരുടെയും പരാതി ഒന്നിനും സമയം തികയുന്നില്ല എന്നതാണ് അല്ലേ. ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ ജോലികളും പൂർത്തിയാക്കാനായിട്ട് ഒരു ദിവസം തന്നെ തികയുന്നില്ലെന്നും ചിലർ പരാതി പറയാറുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഒന്നിനും സമയം തികയാതെ വരുന്നതെന്നറിയോ? നിങ്ങളുടെ സമയത്തിനെ ഫലപ്രദമായിട്ട്, അതായത് കാര്യക്ഷമമായിട്ട് വിനിയോഗിക്കാനായിട്ട് സാധിക്കാതെ വരുമ്പോഴാണ് സമയമില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട പരാതിയായിട്ട് ഉയരുന്നത്. ഏതൊരാളും, പ്രത്യേകിച്ച് വീട്ടമ്മമാരായാലും ജോലി ചെയ്യുന്ന വീട്ടമ്മമാരായാലും കുഞ്ഞുങ്ങളുള്ള വീട്ടമ്മമാരായാലും പഠിക്കുന്ന ആയാലും വേറെ ഏത് മനുഷ്യരായാലും സ്ത്രീയോ പുരുഷനോ ആയിക്കോട്ടെ, എല്ലാവർക്കും ഉള്ളത് എത്ര തന്നെയാണ്? 24 മണിക്കൂർ തന്നെയാണ് ഒരു ദിവസം ഉള്ളത്. ഈ 24 മണിക്കൂറിൽ വ്യത്യസ്തമായ സാഹചര്യത്തിലുള്ള നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാനുള്ള കാര്യങ്ങൾ വ്യത്യസ്തമാണ് അല്ലേ. അതായത് 24 മണിക്കൂറിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളായിരിക്കില്ല വേറൊരാൾക്ക് ചെയ്യാനുണ്ടായിരിക്കുക. അവരുടെ സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. ചിലർക്ക് പ്രായമായ പാരൻസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഭാര്യയുടെ അച്ഛനും അമ്മയും അങ്ങനെ ഒത്തിരി പ്രായമായവരുണ്ടായിരിക്കും, ചെറിയ കുട്ടികളുണ്ടായിരിക്കും, ജോലിക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരിക്കും. ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. നാം ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കാര്യക്ഷമമായിട്ട് കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യാനായിട്ട് സാധിച്ചാൽ തന്നെ നമ്മുടെ ലൈഫ് വളരെ സാറ്റിസ്ഫൈഡും ഹാപ്പി ആയിത്തീരും അല്ലേ. ആദ്യം നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ക്രമത്തിൽ നമ്പർ ഇട്ടിട്ട് എഴുതുക. അതായത് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളുടെ ഒരു ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. എല്ലാവരും പറയണത് കേൾക്കാം അല്ലേ, ടു ഡു ലിസ്റ്റ് എഴുതുക, ടു ഡു ലിസ്റ്റ് എഴുതുക എന്ന്. എന്താണ് ഈ ടു ഡു ലിസ്റ്റ്? ഇന്ന് ഞാൻ പറയുന്നത് അതായത് ഒരു ദിവസം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെ ക്രമീകരിക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഞാൻ ഇപ്പോൾ പറയണത്. അതായത് ഇന്നിപ്പോൾ നമ്മൾ ഇത്ര മണിക്ക് എണീക്കണം, ഇത്ര ടൈം യോഗ, മെഡിറ്റേഷൻ അങ്ങനെ അല്ലെങ്കിൽ സെൽഫ് കെയറിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, അതുപോലെ അടുക്കളയിലത്തെ കാര്യങ്ങൾ ചെയ്യണം, കുട്ടികളുടെ കാര്യങ്ങൾ ചെയ്യണം, പഠിക്കാൻ സമയം കണ്ടെത്തണം, വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നവർക്ക് ആ വർക്കിനുള്ള സമയം കണ്ടെത്തണം, കിച്ചണിലത്തെ കാര്യങ്ങൾ നോക്കണം, വീടിൻ്റെ പുറത്തുള്ള കാര്യങ്ങൾ നോക്കണം, വീട് ക്ലീനിങ്ങിന് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം, ഓർഗനൈസ് ചെയ്യണം, എഴുതാനുണ്ടെങ്കിൽ അത് എഴുതണം. ഇനിയിപ്പോൾ പുറത്തേക്ക് എന്തെങ്കിലും ബാങ്കിലേക്കോ എങ്ങോട്ടെങ്കിലും പോകാനുണ്ടെങ്കിൽ അത് നമ്മൾ പോകണം. ഹോസ്പിറ്റലിൽ അങ്ങനെ വല്ല കേസുകളുണ്ടെങ്കിൽ അതിന് പോകണം. വല്ല വീടുകളിൽ വിസിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെ പോകേണ്ടതായിട്ട് വരും. അപ്പോൾ ഓരോരുത്തരുടെയും ദിവസങ്ങൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം ഞാൻ പറയുന്ന ഒരു റുട്ടീൻ പ്രകാരം നിങ്ങൾക്ക് അത് കൊണ്ടുപോകാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഓരോരുത്തരുടെയും ലൈഫ് സ്റ്റൈലിനനുസരിച്ചിട്ട് വ്യത്യസ്തമായിരിക്കും ഓരോരുത്തരുടെയും ജീവിത രീതികൾ അല്ലെങ്കിൽ അവരുടെ ടു ഡു ലിസ്റ്റ്. അപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ സ്വയം ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ മൊത്തത്തിൽ ഒരു ലിസ്റ്റ് ഇട്ട് വയ്ക്കുക. ഞാനിപ്പോൾ എങ്ങനെയാണ് ഞാൻ എഴുതണത് എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല, അത് ഞാൻ കാണിക്കണില്ല, വേറൊരു ദിവസം ഞാൻ കാണിച്ചു തരാം. ഇന്നിപ്പോൾ ഞാൻ അത് കാണിക്കണില്ല. അതായത് നമ്മൾ ഇപ്പോൾ ഒരു ദിവസത്തെ പ്ലാൻ ചെയ്യുമ്പോൾ ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇന്നിപ്പോൾ കാലത്ത് ഇത്ര മണിക്ക് എണീക്കുന്നത് മുതൽ ഇത്ര മണിക്ക് ഉറങ്ങുന്നത് വരെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് എഴുതുക. അത് കഴിഞ്ഞിട്ട് അതിനെ 4 ഭാഗങ്ങളാക്കി തരംതിരിക്കുക. ശരിക്ക് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ 4 ഭാഗങ്ങളാക്കിയിട്ട് തരംതിരിച്ചിട്ട് ഒരു 4 സെക്ഷൻ തിരിച്ചിട്ട് നമ്മളൊരു നോട്ട്ബുക്കിൽ എഴുതുക. എന്നിട്ട് ഒന്നാമത്തെ കോളത്തിൽ നമ്മളിപ്പോൾ ലിസ്റ്റ് എഴുതി വെച്ചിട്ടില്ലേ, അതിൽ നിന്നും അർജൻറ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ്, അതായത് ഉടനടി ചെയ്യേണ്ടതും പ്രാധാന്യമേറിയതും ആയിട്ടുള്ള കാര്യങ്ങൾ
ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് രണ്ടാമത്തെ കോളത്തിൽ അർജൻറ്റ് ബട്ട് നോട്ട് ഇമ്പോർട്ടൻറ്റ്, ഉടനടി ചെയ്യേണ്ടതാണ് പക്ഷെ പ്രാധാന്യം കുറവാണ് എന്നുള്ളത് അടുത്ത ലിസ്റ്റിൽ എഴുതുക, അടുത്ത ആ കോളത്തിൽ എഴുതുക. മൂന്നാമത്തെ കോളത്തിൽ നോട്ട് അർജൻറ്റ് ബട്ട് ഇമ്പോർട്ടൻറ്റ്, ഉടനടി ചെയ്യണ്ട എന്നാൽ പ്രാധാന്യമുള്ളതാണേനും ചെയ്യും വേണം, ഇന്ന് തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്നുള്ള കാര്യങ്ങൾ ഇതുപോലെ മൂന്നാമത്തെ കോളത്തിൽ എഴുതുക. ഇനി നാലാമത്തെ കോളത്തിൽ നോട്ട് അർജൻറ്റ് ആൻഡ് നോട്ട് ഇമ്പോർട്ടൻറ്റ്, ഉടനടി ചെയ്യേണ്ടത് ഇല്ല, ഉടനടി ചെയ്യേണ്ടാത്തതുമാണ്, പ്രാധാന്യമില്ലാത്തതുമാണ്, അങ്ങനത്തെ കാര്യങ്ങൾ. എന്നാൽ നമ്മൾ ചെയ്യും വേണം പക്ഷെ ഉടനെ അർജൻറ്റായിട്ട് ചെയ്യേണ്ട കാര്യമല്ല. അങ്ങനെ നാലായിട്ട് നമ്മൾ തരംതിരിച്ചെഴുതുക. അതായത് നമ്മളിപ്പോൾ എന്താ ചെയ്തത്, നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഡ്യൂട്ടീസിനെ നമ്മൾ ഡ്യൂട്ടീസ് ആയിക്കോട്ടെ, നമ്മുടെ ഒരു ദിവസത്തെ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ആദ്യം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ഇങ്ങനെ നമ്പർ ഇട്ടിട്ട് എഴുതി, അതിനുശേഷം അതിനെ തന്നെ 4 ഭാഗമാക്കിയിട്ട് തിരിച്ചിട്ട് അതിൽ നിന്നും ഓരോന്നും പെറുക്കിയെടുത്തിട്ട് അർജൻറ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റിലിട്ടു, അർജൻറ്റ് ബട്ട് നോട്ട് ഇമ്പോർട്ടൻറ്റിലിട്ടു, പിന്നെ നോട്ട് അർജൻറ്റ് ബട്ട് ഇമ്പോർട്ടൻറ്റ് അതിലിട്ടു, പിന്നെ നാലാമത്തെ കോളത്തിൽ നോട്ട് അർജൻറ്റ് ആൻഡ് നോട്ട് ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കോളത്തിലിട്ടു. ഇത് പ്രകാരം നമ്മൾ എന്ത് ചെയ്യുക, ആ ടു ഡു ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങൾ 1, 2, 3, 4, അതായത് ഒന്നാമത്തെ കോളത്തിൽ വരുന്ന കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുക, ഫസ്റ്റിലത്തെ ലിസ്റ്റുകളിൽ കൊടുക്കുക. സെക്കൻഡ് വൺ, അതായത് അർജൻറ്റ് ബട്ട് നോട്ട് ഇമ്പോർട്ടൻറ്റ് രണ്ടാമത്തെ ക്രമത്തിൽ എഴുതുക, പിന്നെ മൂന്നാമത്തെ ക്രമത്തിലും നാലാമത്തെ ക്രമത്തിലും എഴുതുക. വീട്ടമ്മമാരായിട്ടുള്ള നമ്മളതിനെ സംബന്ധിച്ചിട്ട് കാലത്ത് കിച്ചണിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ആദ്യം ക്രമീകരിക്കേണ്ടതായിട്ട് വരും. സെൽഫ് കെയർ കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് യോഗ മെഡിറ്റേഷൻ അങ്ങനെ എന്തെങ്കിലും കഴിഞ്ഞു കഴിഞ്ഞാൽ കിച്ചണിൽ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. കുട്ടികളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ പ്രാധാന്യം അനുസരിച്ചിട്ട് ക്രമീകരിക്കുക. ചെറിയ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെപ്പോഴാണ് എണീക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കല്ലേ അറിയുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് എന്താണ് ഫുഡ് പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പ്രാധാന്യം അനുസരിച്ചിട്ട് ക്രമീകരിക്കുക. വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നവരും അതുപോലെ പുറത്ത് ജോലിക്ക് പോകുന്നവരും പഠിക്കുന്നവരും മുൻഗണനാക്രമത്തിൽ നമ്മുടെ ഡ്യൂട്ടീസ് ക്രമീകരിക്കുക. അപ്പോൾ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നവരാണെന്ന് വെച്ച് കഴിഞ്ഞാലും സാധാരണ ജോലിക്ക് പുറത്തേക്ക് പോകുന്ന പോലെ തന്നെ നമ്മൾ ഓരോ ദിവസവും അതിന് കുറച്ച് സമയം നമ്മൾ കറക്റ്റായിട്ട് ഒരു ടൈം വെച്ചിട്ട് ആ ടൈമിൽ ജോലിക്ക് കയറണം എന്നുള്ള ആ ഒരു മനസ്സോടുകൂടി നമ്മൾ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അതുപോലെ പഠിക്കുന്ന കുട്ടികളാണ്, പഠിക്കുന്ന അമ്മമാരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാണെന്ന് വെച്ച് കഴിഞ്ഞാലും നമ്മളൊരു സ്ഥാപനത്തിലേക്ക് പഠിക്കാൻ ഒരു സ്കൂളിലേക്ക് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് പഠിക്കാൻ പോകുന്നുണ്ട്, അപ്പോൾ നമ്മൾ ഇത്ര മണിക്ക് നമ്മൾ ശരിയാവണം, റെഡി ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകണം, നമ്മൾ അവിടെ ആണ് എന്നുള്ള ആ ഒരു ഇതോട് കൂടിയിട്ട് നമ്മൾ ഇത്ര മണിയാവുമ്പോൾ ഒരു 10 മണിയോ അല്ലെങ്കിൽ 9 മണിയോ ആവുമ്പോൾ നമ്മുടെ എല്ലാ ഡ്യൂട്ടീസും കഴിച്ചിട്ട് നമ്മൾ പഠിക്കാനായിട്ട് ഇരിക്കുന്ന ആ ഒരു ടൈം പ്രിഫർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ സമയം അനുസരിച്ചിട്ട് നമുക്ക് കുറേ അധികം പോർഷൻസ് തീർക്കാനുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏർലി മോർണിംഗ് നമ്മൾ അതിന് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യുക. അതായത് ഓരോരുത്തരുടെ എന്താ പറയുക മുൻഗണനാക്രമം വ്യത്യസ്തമായിരിക്കും. ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾ അനുസരിച്ചിട്ട് ജോലികളും അതുപോലെ ഉത്തരവാദിത്തങ്ങളും വ്യത്യസ്തമായിരിക്കും. നമ്മുടെ ഹെൽത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കാര്യങ്ങളെ ഈ പറഞ്ഞ രീതിയിൽ 4ആയിട്ട് തിരിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ 24 hours ഫ്രീ ടൈം കിട്ടുന്ന തരത്തിൽ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മന്ത്ലി പ്ലാനിങ്ങും ചെയ്യാവുന്നതാണ് കേട്ടോ. അതായത് ഒരു മാസത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളിലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതിനെ തരംതിരിച്ചിട്ട് ഇതുപോലെ 4 കോളാക്കി തരംതിരിച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം. അതായത് പ്ലാൻ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളത് മനസ്സറിഞ്ഞ് ചെയ്യുക എങ്കിലാണ് നമുക്കതിന് സമയം കണ്ടെത്താനും നമുക്കും ഫ്രീ കിട്ടണ്ടേ, ഏത് നേരം പണി ചെയ്തുകൊണ്ടിരുന്നാൽ പോരാ. അപ്പോൾ നമുക്ക് റെസ്റ്റ് കിട്ടുന്ന തരത്തിൽ അതിൻ്റെ മുൻഗണനാക്രമത്തിൽ ക്രമീകരിച്ചിട്ട് വേണം ഈ ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ശ്രദ്ധ എത്തുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഈ ട്രാക്ക് ചെയ്യുന്ന രീതികൾ നമുക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. അതായത് നമുക്ക് എന്താ പറയുക, അപ്പോൾ ഓരോ ബുക്കുകൾ കീപ്പ് ചെയ്യുന്നതും നല്ലതാണ്. അതായത് ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്യാഷ് ആൻഡ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എപ്പോൾ നോക്കിയാലും ഇപ്പോൾ തന്നെ ഒരാൾക്ക് ഒരു അക്കൗണ്ടൊന്നും ആവില്ല, ഒരു 2 അക്കൗണ്ടെങ്കിലും 2-3 അക്കൗണ്ടെങ്കിലും ഉണ്ടായിരിക്കും, പല ബാങ്കുകളിലായിട്ട് അക്കൗണ്ടുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ
ഇപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ, അതായത് ഇപ്പോൾ ഗൂഗിൾ പേ പോലത്തെ UPI ആപ്സൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ കനറ ബാങ്കിലത്തെ അക്കൗണ്ടിലാണ് ക്യാഷ് വന്നതും അല്ലെങ്കിൽ ക്യാഷ് പോയതും എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ക്യാഷ് ഏതിലാണ് കൂടുതൽ കുറവെന്നനുസരിച്ചിട്ട് നമ്മൾ ചിലപ്പോൾ SBIയുടെ അക്കൗണ്ടിൽ നിന്നും ചിലപ്പോൾ പേയ്മെൻറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾക്ക് ഇതിന് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു മണി മാനേജ്മെൻറ്റും നമ്മൾ കീപ്പ് ചെയ്തു പോകണം. അതാണ് പറയണത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മണി മാനേജ്മെൻറ്റിനെയൊക്കെ പറ്റിയിട്ട് ഞാൻ വേറൊരു ദിവസം പറഞ്ഞു തരാം. എനിക്കറിയാവുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത്. ഇനിയിപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അല്ലെങ്കിൽ കൂടുതൽ എന്തെങ്കിലും ഇങ്ങനത്തെ വീഡിയോസ് വേണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളെ പറ്റിയിട്ട് അറിയണം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. എന്നെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഏക മാർഗം നമ്മുടെ യൂട്യൂബിലത്തെ കമൻസ് മാത്രമാണ്. എനിക്ക് ഇൻസ്റ്റഗ്രാം ഇല്ല, ഞാൻ എപ്പോഴും പറയാറുണ്ട്. പിന്നെ ഇനി ഇപ്പം നമ്മൾ എന്താ പറഞ്ഞത്, കാര്യങ്ങളെ ഈ പറഞ്ഞ രീതിയിൽ 4ആയിട്ട് തിരിക്കുമ്പോൾ തന്നെ 24 hours ഫ്രീ സമയം കിട്ടുന്ന തരത്തിൽ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. കൃത്യനിഷ്ഠയോട് കോംപ്രമൈസ് ചെയ്യാതെ 4 കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് സമയത്തെ ക്രമീകരിക്കുക. ഹാവ് എ നൈസ് ഡേ. സ്റ്റേ ബ്ലെസ്ഡ് ഡിയേഴ്സ്. താങ്ക് യു ഓൾ.